ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത തൃശൂർ കോർപ്പറേഷനിൽ 25 സീറ്റുമായി ഇടതുപക്ഷമാണ് മുന്നിൽ. 21 സീറ്റിൽ കോൺഗ്രസും 6 സീറ്റുമായി ബിജെപിയും 3 വിമതാംഗങ്ങളുമുണ്ട്. ഇതിൽ LDF വിമതനായി ജയിച്ച സുകുമാരൻ ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. മറ്റു 2 കോൺഗ്രസ് വിമതരുടെ പിന്തുണ തേടി മന്ത്രി CN ബാലകൃഷ്ണൻ ചർച്ച നടത്തി. DCC ഓഫീസിൽ വെച്ചായിരുന്നു ചർച്ച. ഞാൻ വന്ന വഴി കോൺഗ്രസിൽ ജനിച്ചു വളർന്ന എൻ്റെ ഒരു കുടുംബമാണ്. അത് എൻ്റെ സീനിയർ നേതാവാണ്. ഞാൻ ആളെ കണ്ടാണ് വളർന്നതാണ്. അതിൽ നിന്നുള്ള ഒരു ഉപദേശം തേടാനാണ് ഞാൻ ആളെ കണ്ടത്. മകളുടെ മേയർ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ CN പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ ജില്ലയിലെ മുതിർന്ന MLA-മാരടക്കമുള്ള A ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തിയതും അന്നുതന്നെ വിവാദമായി. ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് പരാജയ കാരണമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം ഇത്തിരി ശ്രദ്ധയോടുകൂടി ചെയ്യാമായിരുന്നു. പാർട്ടി എന്ത് പറയുന്നു, പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു, അതിൻ്റെ ഒപ്പം ഞങ്ങൾ പാർട്ടിക്കാരെ എല്ലാവരും ഉണ്ടാവും. വിമതർ പിന്തുണച്ചാലും BJPയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിലേ UDF-ന് തൃശൂർ കോർപ്പറേഷൻ ഭരിക്കാനാകൂ. BJPയുടെ പിന്തുണ വേണ്ടെന്ന തീരുമാനം ഇപ്പോൾ അനുസരിക്കേണ്ടി വന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിശ്വാസം കൊണ്ടുവരാം എന്നാണ് മന്ത്രി CN ബാലകൃഷ്ണൻ അടക്കം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. മീഡിയ 1 തൃശൂർ.